ഡിയസ് ട്രാവൽ ടേൽസ് ബൈ അനുകുളസ് യൂട്യൂബിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയുടെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവുകയാണ്. അടുത്ത യാത്ര രാമനാഥപുരം രാമേശ്വരത്തേക്കാണ്. രാമേശ്വരത്ത് ചെന്ന് ധനുഷ്കോടി ഒന്ന് കാണണം. ഇന്ന് രാമേശ്വരത്ത് എത്തിച്ചേരും. നാളെ രാവിലെ ധനുഷ്കോടി കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. തീർച്ചയായിട്ടും ധനുഷ്കോടിയുടെ വിശേഷങ്ങളും രാമനാഥപുരത്തെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഹോട്ടൽ ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. നാഗപട്ടണം ടു രാമനാഥപുരം. ഓക്കെ, താങ്ക് യു. മതി. ഞങ്ങളിപ്പം വേളാങ്കണ്ണിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന വഴിയാണിത്. വേളാങ്കണ്ണിയിൽ ഒരു നാഗപട്ടണത്തിൻ്റെ ഒരു പ്രദേശങ്ങൾ തന്നെയാണ്. ഇവിടുന്ന് നേരെ ഏകദേശം ഒരു 10-25 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ഹൈവേയിലേക്ക് വന്ന് കയറത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് റൈറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ രാമേശ്വരത്തേക്ക് തിരിയും. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ പുതുക്കോട്ടയിൽ പോണ്ടിച്ചേരിയിലേക്ക് തിരിയും. നമ്മൾ രാമേശ്വരത്തേക്കുള്ള യാത്രയിലാണ്. ഏകദേശം 250 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടുന്ന്. ആദ്യമായിട്ടാണ് ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ മനോഹരമായ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലം കൂടിയാണ്. എന്തായാലും പിന്നെ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ സ്ഥലത്തിലേക്കുള്ള എൻ്റെ യാത്ര. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് ധനുഷ്കോടി. ഇന്ത്യാസ് ലാസ്റ്റ് ലാൻഡിംഗ് പോയിന്റ്, ഗോസ്റ്റ് ടൗൺ, അങ്ങനെ ഒരുപാട് ഞങ്ങളിപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ നാഗപട്ടണത്ത് നിന്ന് രാമേശ്വരത്തേക്ക് ഈ കോസ്റ്റൽ റോഡ് വഴിയാണ് പോകുന്നത്. ഒരു ചെറിയ സിറ്റി കണ്ടു, ഒരു ചെറിയ ടൗണാണ്. അവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വെജിറ്റേറിയൻ ഫുഡായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ കുറേ മുസ്ലിംസിൻ്റെ കടകളാണ്. അപ്പോൾ ഇന്ന് മുസ്ലിംസിന് അറിയാമല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. പള്ളിയിലൊക്കെ പോയിട്ട് അവർ വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്നതായതുകൊണ്ട് ഈ നോൺ വെജ് കടകളൊക്കെ നേരത്തെ അടയ്ക്കും. അപ്പോൾ ഇതൊരു ചെറിയ ടൗണാണ്. ഇവിടെ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫ്രൂട്ട്സ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ രാമേശ്വരത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. നമ്മളിപ്പോൾ നാഗപട്ടണത്തിൽ നിന്ന് തീരദേശം വഴി രാമേശ്വരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 256 കിലോമീറ്ററാണ് നാഗപട്ടണം ടു രാമേശ്വരം. ഇപ്പം 110-115 കിലോമീറ്ററോളം നമ്മളിപ്പോൾ കവർ ചെയ്തു. ഇതൊരു കോസ്റ്റൽ റോഡാണ്. ചില സ്ഥലത്ത് നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ കഴിയും. ചില സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ ആടുകളും പശുക്കളും ഒക്കെ റോഡിൽ നിൽക്കുന്ന കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് കുറച്ചേ പോകാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, അതൊരു കോസ്റ്റൽ റോഡായതുകൊണ്ട് പിന്നെ ചില ടൗണിലൊക്കെ ടൗണെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടൗണുകൾ വരും. അവിടെയൊക്കെ നല്ല തിരക്കുകളുമാണ്. നമുക്ക് ഈ റോഡ് മാത്രമേ നാഗപട്ടണത്തിൽ നിന്നുള്ളൂ. അല്ലെങ്കിൽ തഞ്ചാവൂർ വന്നിട്ട് ഹൈവേ പിടിച്ച് വരണം. ഏകദേശം 45-50 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്. അപ്പം പിന്നെ ഇതൊരു NH 334 എന്ന് പറയുന്നൊരു NH ആണ്. പക്ഷെ നമുക്ക് വലിയൊരു സ്പീഡിൽ എക്സ്പ്രസ് ഹൈവേയുടെ അതേ ഒരു സ്പീഡിൽ നമുക്ക് ഓടിച്ചു പോകാൻ സാധിക്കില്ല. നിങ്ങളിപ്പോൾ റോഡിൽ തന്നെ കാണും ഒരുപാട് പശുക്കളും ആടുകളൊക്കെ ഇങ്ങനെ അവർ റോഡിൽ മേയ്ക്കാൻ വിട്ടിരിക്കുകയാണ്. റോഡ് മാത്രമല്ല, ഇത് ഒരു കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് രണ്ട് സൈഡും ഉൾക്കാടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ പശുക്കളൊക്കെ മേയ്ക്കാൻ വിട്ടിരിക്കുകയാണ്. അത് ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ട് റോഡിൻ്റെ സൈഡിലേക്ക് അല്ലെങ്കിൽ റോഡിൻ്റെ സെൻറ്ററിലേക്ക് എടുത്തു ചാടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ കെയർ ചെയ്തിട്ട് ഈ റോഡിൽ കൂടെ ഓടിക്കാൻ സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ തോണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. തോണ്ടിയിൽ എത്തിയേക്കുമാണ്. ഈ തോണ്ടിയിൽ നിന്ന് നമ്മൾ നേരെ രാമേശ്വരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളൊക്കെ വിട്ട്
കുട്ടികളൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ്. നല്ല തിരക്കാണ് റോഡിൽ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ടൗണുകൾ ഇടയ്ക്കിടെ കിട്ടാറുണ്ട്. അപ്പോൾ ആ ടൗണ് ക്രോസ് ചെയ്യുന്നത് ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് NH32 ആണെന്ന് തോന്നുന്നത്. ഇത് തൂത്തുക്കുടിയിൽ പോണ, അതായത് തൂത്തുക്കുടിയിൽ നിന്ന് കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ പിന്നെ നാഗപട്ടണത്തേക്കും തഞ്ചാവൂരിലേക്കൊക്കെ പോണ ഒരു കോസ്റ്റൽ റോഡും കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു തിരക്ക് വരുന്നത്. ഇത് തോണ്ടി ടൗൺ ആണ്. അണ്ണാ നിങ്ങള് എങ്ക നടക്കുന്ന പോണ? രാമേശ്വരമാ? ആടി മാസമാ. ഞങ്ങളുടെ രാമേശ്വര യാത്രയിൽ ഒരുപാട് തീർത്ഥാടകർ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. ചെരുപ്പുകളൊന്നുമില്ല, അവരെ ചെറിയൊരു തുണിസഞ്ചികൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന കുറേ ഗ്രൂപ്പുകളായിട്ടാണ് അവരിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞങ്ങൾ വണ്ടി നിർത്തി അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് ഈ നടന്ന് പോകുന്നുള്ളത്? അവർ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും മധുരയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരാണ്. ആടിമാസമായതുകൊണ്ട് അപ്പോൾ ആ പുണ്യതീർത്ഥമായ ഈ രാമേശ്വരം അമ്പലത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് തന്നെ ഏകദേശം 120 കിലോമീറ്ററോളം രാമേശ്വരത്തേക്കുണ്ട്. അപ്പം ഏകദേശം രണ്ട് മണിക്കൂറോളം നമുക്ക് കാറിൽ തന്നെ അവിടെ എത്തിച്ചേരാനായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇവർ ദിവസങ്ങളോളം എടുത്തായിരിക്കും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായ മധുരയിൽ നിന്നും തിരുച്ചിറപ്പള്ളിയിൽ നിന്നൊക്കെ നടന്ന് ഈ ഒരു പുണ്യതീർത്ഥമായ അല്ലെങ്കിൽ ഈ പുണ്യസ്ഥലമായ രാമേശ്വരത്തേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റൂട്ടാണ്. അപ്പം നമ്മൾ നാഗപട്ടണത്തിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് പോകുന്ന തീരദേശം വഴിയാണ്. അപ്പോൾ ഒരുപാട് ഉപ്പുപാടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ചെറുതും വലുതുമായ ഒരുപാട് ഉപ്പുപാടങ്ങളുണ്ട്. ആ ഉപ്പുപാടങ്ങളുടെ അടുത്ത് തന്നെ ചെറുതും വലുതുമായ ഒരുപാട് ഫാക്ടറികളുമുണ്ട്. അവിടെ തന്നെ ഉപ്പുകളെ ശേഖരിച്ച് കവറിലാക്കി പല സ്ഥലങ്ങളിലേക്കൊക്കെ കയറ്റിവിടുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ പോകും തോറും പാമ്പം പാലത്തിൻ്റെയും ധനുഷ്കോടിയുടെയും അതുപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം മ്യൂസിയത്തിൻ്റെയൊക്കെ ബോർഡുകൾ കാണുവാൻ തുടങ്ങി. ഇവിടുന്ന് ഏകദേശം 58 കിലോമീറ്ററോളം നമുക്ക് രാമേശ്വരത്തേക്കുണ്ട്. അപ്പോൾ രാമേശ്വരത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ആ ഒരു പുണ്യസ്ഥലമായ രാമേശ്വരത്തേക്ക് നമ്മൾ എത്തിച്ചേരാൻ പോവുകയാണ്. ഇത് രാമേശ്വരത്തേക്ക് കടന്നു പോകുന്ന ട്രെയിനുകളാണ്. അപ്പം നമുക്ക് മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് ഡയറക്റ്റ് ട്രെയിനുകളുണ്ട്. ആ ട്രെയിനുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പാമ്പം പാലം വഴിയാണ് നമുക്ക് രാമേശ്വരത്ത് എത്താൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസുകളാണ്. മർച്ചൻ്റ് നേവിയുടെ കോളേജുകളും കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസുകളൊക്കെ ഈ ഒരു സ്ഥലത്താണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയോട് അതിർത്തി പങ്കിടുന്ന ശ്രീലങ്കൻ എന്ന് പറയുന്ന രാജ്യം ഏകദേശം 18 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രാമേശ്വരത്ത് നിന്ന് അല്ലെങ്കിൽ ധനുഷ്കോടിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കോസ്റ്റ് ഗാർഡ് ഏരിയയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ അണ്ടറിലായിരിക്കും ഈ ഏരിയ സ്ഥിതി ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പുള്ള സമയം നമുക്ക് രാമേശ്വരത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഏകദേശം 35 കിലോമീറ്ററോളം ഉണ്ട്. നമ്മൾ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ രാമേശ്വരത്ത് എത്തിച്ചേരും. പാമ്പൻ പാലം വഴിയാണ് നമ്മൾ രാമേശ്വരത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ രാമേശ്വരത്തിൻ്റെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ബൈ.